CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് നാളെ വടകരയിൽ തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും വിഭാഗീയതയും ചർച്ചയാകും. PSC കോഴ വിവാദവും മെക്സവനെതിരെയുള്ള ആരോപണവും ചർച്ചയിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. 3 ടേം പൂർത്തിയാക്കിയ ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഈ സമ്മേളനത്തിൽ സ്ഥാനമൊഴിയും. നിലവിൽ പൂർത്തിയായ എല്ലാ സമ്മേളനങ്ങളിലും താഴെ തട്ടിലേതെന്ന പോലെ രൂക്ഷ വിമർശനങ്ങളാണ് ആഭ്യന്തര വകുപ്പിനും മന്ത്രിസഭയ്ക്കും നേരെയുണ്ടായത്. കോഴിക്കോട് സമ്മേളനത്തിലും വിമർശനം തുടരാനാണ് സാധ്യത. CPMന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ് കോഴിക്കോട്. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 8ഇടത്തും CPM ആണ്. 3ഇടത്ത് ഘടകകക്ഷികളുമുണ്ട്. എന്നാൽ ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ CPM വിജയം കണ്ടിട്ട് പതിറ്റാണ്ടുകളായി. TP ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ CPM വിട്ടുവന്നവർ RMP രൂപീകരിച്ചതിനു ശേഷം വടകരയിൽ CPM ജയിച്ചിട്ടില്ല. കോഴിക്കോടും സ്ഥിതി മറിച്ചല്ല. കഴിഞ്ഞ 4 തവണയും വിജയം കാണാൻ CPMന് സാധിച്ചില്ല. അതിനു മുൻപ് ജനതാദളിനായിരുന്നു വിജയം. 1980-ലാണ് കോഴിക്കോട് ലോക്സഭയിൽ അവസാനമായി ഒരു CPM സ്ഥാനാർത്ഥി വിജയിച്ചത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJPയുടെ വോട്ട് കൂടുന്നതും CPMന്റെ വോട്ട് കുറയുന്നതും ഏറെ നാളുകളായുള്ള ചർച്ചയുമാണ്. PSC കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളി ഉൾപ്പെട്ടത് സംസ്ഥാന തലത്തിൽ തന്നെ CPMനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. CPMനകത്തെ വിഭാഗീയതയും അഴിമതിയും മറനീക്കി പുറത്തുവന്ന സംഭവത്തിൽ പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് CPM മുഖം രക്ഷിക്കാൻ ശ്രമം നടത്തിയത്. ഏറ്റവും ഒടുവിൽ ജില്ലാ സെക്രട്ടറി മെക്സവനെതിരെ രംഗത്ത് വന്നതും പാർട്ടിക്കകത്ത് പിന്തുണ ലഭിക്കാതെ വന്നതും ചർച്ചയായിരുന്നു. അതേസമയം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് 10 വർഷം പൂർത്തിയാക്കിയ P. മോഹനൻ ഈ സമ്മേളനത്തിൽ ചുമതലയിൽ നിന്നൊഴിയും. 2015-ൽ വടകരയിൽ നടന്ന സമ്മേളനത്തിലാണ് മോഹനൻ TP രാമകൃഷ്ണന് പകരക്കാരനായി ചുമതല ഏറ്റെടുത്തത്. ജനം, കോഴിക്കോട്.